നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അബൂബക്കർ സിദ്ദീഖ് കൊലക്കേസ് ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവുമായി 2 മലയാളി യുവാക്കൾ അറസ്റ്റിൽ. കാസർഗോഡിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തി. നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി J. ചിഞ്ചുറാണി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ബജറ്റ് വിഹിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി 8 മുതൽ 11 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സീതാങ്കുളി മുഗു റോഡിലെ അബൂബക്കർ സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പൈവളികെ സ്വദേശിയായ നൂർഷാ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖാണ് അറസ്റ്റിലായത്. ഇയാൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. 2022 ജൂൺ 26-നാണ് അബൂബക്കർ സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി തല കീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സീതാങ്കോളി മുഗു റോഡിലെ പ്രവാസി യുവാവായ അബൂബക്കർ സിദ്ദീഖിനെ പൈവളികയിൽ മരത്തിൽ തലകീഴാറായി കെട്ടിത്തൂക്കി മർദ്ദിച്ച് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പൈവളികെ സ്വദേശിയായ നൂർഷാ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖാണ് അറസ്റ്റിലായത്. ഇയാൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് വധക്കേസിൽ 19 പ്രതികളാണുള്ളത്. നൂർഷാ കൂടി അറസ്റ്റിലായതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 13ആയി. ബാക്കി 6 പ്രതികളാണ് ഇനി അറസ്റ്റിലാകുവാനുള്ളത്. 2022 ജൂൺ 26-നാണ് അബൂബക്കർ സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി പൈവളികയിലെ ഒരു വീട്ടിൽ വെച്ചും കുന്നിൻ മുകളിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയത്. ഏജന്റുമാരെ വെച്ച് ഗൾഫിലേക്ക് കടത്തിയ 40 ലക്ഷം രൂപയുടെ ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് സിദ്ദീഖിനെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. സിദ്ദീഖിൻ്റെ സഹോദരൻ അൻവറിനെയും ബന്ധു അൻസാറിനെയും ഈ സംഭവത്തിൻ്റെ പേരിൽ തടങ്കലിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസിൽ ഇനി പിടിയിലാകാനുള്ള പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഇവരെ നാട്ടിലെത്തിക്കുന്നതിനായി പോലീസ് ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. അന്യ സംസ്ഥാനങ്ങളിലേക്കും ചില പ്രതികൾ കടന്നതായും വിവരമുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനായി അന്യ സംസ്ഥാന പോലീസുമായി സഹകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 2 മലയാളി യുവാക്കൾ അറസ്റ്റിൽ. ഒഡീഷയിൽ നിന്ന് 120 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 2 മലയാളികൾ മംഗളൂരുവിൽ അറസ്റ്റിൽ. വയനാട് വൈത്തിരി സ്വദേശി MS അനൂപ്, കണ്ണൂർ പടിയൂർ സ്വദേശി KV ലത്തീഫ് എന്നിവരെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്തുന്നത് സംബന്ധിച്ച് CCB പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് മംഗളൂരു CCB ഇൻസ്പെക്ടർ ശ്യാം സുന്ദർ HMന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നഗരത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ സഞ്ചരിച്ച ബൊലേറോ ജീപ്പ് തടഞ്ഞ് പോലീസ് പരിശോധിച്ചത്. പിൻബമ്പറിൽ ഘടിപ്പിച്ച പ്രത്യേക ഇരുമ്പ് പെട്ടിയിൽ ഒളിപ്പിച്ചാണ് പ്രതികൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, ബംഗളൂരു വഴിയാണ് ബൊലേറോ ജീപ്പിൽ പ്രതികൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് മൊത്തമായി എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായ പ്രതികൾ. മംഗളൂരു നഗരവും കേരളവുമാണ് ഇവരുടെ പ്രധാന വിപണന കേന്ദ്രം. പ്രതിയായ അനൂപിനെതിരെ 2018 മൈസൂരു ജില്ലയിലെ നഞ്ചങ്കോട് റൂറൽ പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസുള്ളതായും വയനാട്ടിലെ അമ്പലവയൽ, കൽപ്പറ്റ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കടത്ത്, അടിപിടി തുടങ്ങിയവയ്ക്കും കേസുള്ളതായും പോലീസ് പറഞ്ഞു. ಈ ಬೆಲೆ ಟೋಟಲ್ ಇದರಲ್ಲಿ 150 kg ಗಾಂಜಾ ಮತ್ತು ಜೊತೆಗೆ ಒಂದು ಬೊಲೆರೋ ವಾಹನ, ಮೊಬೈಲ್ ಎಲ್ಲ ವ್ಯಾಲ್ಯೂ ಸುಮಾರು 35 ಲಕ್ಷ ಇದೆ. ಇದರಲ್ಲಿ ಮುಖ್ಯ ಆರೋಪಿ ವಾಹನ ಡ್ರೈವರ್ ಅನೂಪ್ ಇದಕ್ಕಿಂತ ಮುಂಚೆ ಕೂಡ ಸಾಕಷ್ಟು ಕೇಸಲ್ಲಿ ಭಾಗಿಯಾಗಿದ್ದಾನೆ. ನಮ್ಮ ಮೈಸೂರು ಜಿಲ್ಲೆ ನಂಜನಗೂಡಲ್ಲಿ ಒಂದು ದರೋಡೆ ಪ್ರಕರಣದಲ್ಲಿ ಶಾಮೀಲಾಗಿದ್ದಾನೆ. ಅದೇ ರೀತಿ ಬೇರೆ ದರೋಡೆ ಪ್ರಕರಣ ಶಾಮೀಲಾಗಿದ್ದಾನೆ. ಕೆಲವು ಕೊಲೆ ಪ್ರಕರಣ, ಕೆಲವು ಕಳ್ಳತನ ಪ್ರಕರಣದಲ್ಲಿ ಒಟ್ಟಾರೆ ಒಂದು 7 ಪ್ರಕರಣದಲ್ಲಿ ಅವರು ಆರೋಪಿಯಾಗಿದ್ದಾರೆ. ಸೊ ಈ ಇಬ್ಬರಿಗೆ ನಾವು ಈಗ ವಶ
ಪಡಿಸ್ಕೊಂಡಿದ್ದೀವಿ. ಇವು ಇದಕ್ಕಿಂತ ಮುಂಚೆ ಎಷ್ಟು ಸತಿ ಮಾಡಿದ್ದಾರೆ ಮತ್ತು ಇಲ್ಲಿ ಯಾರ್ಯಾರ ಸಂಪರ್ಕದಲ್ಲಿ ಇದ್ರು ಅದು ನಮ್ಮ ಕ್ರೈಮ್ ಬ್ರಾಂಚ್ ತಂಡ ಅವರಿಗೆ ಇಷ್ಟಪಡ್ತೀನಿ. CCB ഉദ്യോഗസ്ഥരായ രാജേന്ദ്ര ബി, നരേന്ദ്രൻ, സുദീപ്, ശരണപ്പ ഭണ്ഡാരി പി, SI, ASI മോഹൻ KV, ഷീനപ്പ എന്നിവരടങ്ങുന്ന CCB യൂണിറ്റാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം. 5 ദിവസങ്ങളായി 8 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 6700ഓളം കലാപ്രതിഭകൾ 141 ഇനങ്ങളിലായാണ് മാറ്റുരയ്ക്കുന്നത്. ഇനിയുള്ള 5 ദിനങ്ങൾ കാസർഗോഡിന് കലയുടെ ഉത്സവ നാളുകൾ. സർഗാത്മകതയുടെയും പ്രതിഭയുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ആഘോഷമായ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ തിരിതെളിഞ്ഞു. സ്റ്റേജിതര മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കവിതാരചന, കഥാരചന, കാർട്ടൂൺ, കാരിക്കേച്ചർ, ഓയിൽ പെയിൻറിംഗ്, കവിതാലാപനം ഉൾപ്പെടെയുള്ള പ്രധാന മത്സര ഇനങ്ങളെല്ലാം ബുധനാഴ്ച നടന്നു. സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കഥാകൃത്ത് PV ഷാജികുമാർ മുഖ്യാതിഥിയായിരുന്നു. 9-നാണ് സ്റ്റേജിന മത്സരങ്ങൾ തുടങ്ങുക. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ, നടി ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളാകും. 11-ന് സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. നടി ഗായത്രി വർഷ, സംവിധായകൻ ആമിർ പള്ളിക്കൽ എന്നിവർ മുഖ്യാതിഥികളാകും. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 105 കോളേജുകളിൽ നിന്നായി 6646 പ്രതിഭകളാണ് കലോത്സവത്തിൽ തങ്ങളുടെ കലാമികവ് തെളിയിക്കുക. മുന്നാട് പീപ്പിൾസ് കോളേജും പരിസരവും, തൊട്ടടുത്ത മുന്നാട് ഗവൺമെൻറ് ഹൈസ്കൂൾ, മുന്നാട് ടൗൺ എന്നിവിടങ്ങളിൽ 8 വേദികളാണ് 141 ഇനങ്ങളിലായി നടക്കുന്ന കലാമത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത്. യാത്രാ സൗകര്യത്തിനായും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. കലോത്സവം വീക്ഷിക്കുവാനെത്തുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കുവാൻ നഗരിയിൽ തന്നെ വില കൊടുത്ത് വാങ്ങി കഴിക്കാവുന്ന തരത്തിൽ ഫുഡ് പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തി. നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-ന് നടക്കും. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നടത്തിയ സൗഹൃദ ക്രിക്കറ്റ് മത്സരം നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ഇപ്പോൾ എല്ലാ കേരളത്തിലെ ജനങ്ങളുടെയും സ്വീകരണ മുറിയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. നിങ്ങളുടെ തിരിച്ചുള്ള പ്രതികരണം, ഓരോ ജനങ്ങളും നിങ്ങളെ സമീപിക്കുമ്പോൾ, അവരുടെ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച് നിങ്ങളെ വിളിക്കുമ്പോൾ, പ്രയാസം വരുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ, നിങ്ങൾ എത്ര പെട്ടെന്ന് അവർക്ക് തിരിച്ച് സർവീസ് കൊടുക്കുന്നു, അതാണ് നിങ്ങളുണ്ടാകുന്ന ഒരു വിശ്വാസം. അതിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തവും ടെൻഷനും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. മൗനപ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ COA നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP സ്വാഗതം പറഞ്ഞു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ അധ്യക്ഷത വഹിച്ചു. CCN ചെയർമാൻ പ്രദീപ് കുമാർ K, COA നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ M എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ മനോജ് കുമാർ PK നന്ദിയും പറഞ്ഞു. ജില്ലയിലെ COA സബ് ഹെഡുകളിൽ നിന്നും 7 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. നീലേശ്വരം ക്രിക്കറ്റ് അക്കാദമിയിലെ അശോകനും ബിനോയുമാണ് മത്സരം നിയന്ത്രിച്ചത്. ആവേശഭരിതമായ മത്സരത്തിൽ കമന്റേറ്റർ ദിവാകരൻ ഉപ്പള മത്സരത്തിന്റെ വീറും വാശിയും വർദ്ധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. സാമ്പത്തിക പ്രതിസന്ധി ബജറ്റ് വിഹിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പിലാത്തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ നിഷേധിച്ച് മന്ത്രി J. ചിഞ്ചുറാണി. CPI മന്ത്രിമാർക്ക് അതൃപ്തി എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം ബജറ്റ് വിഹിതത്തിൽ ചില വെട്ടിക്കുറച്ചലുകൾ വന്നിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാനിടയുണ്ടെന്നും മന്ത്രി ചിഞ്ചുറാണി പിലാത്തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ CPI മന്ത്രിമാരെന്ന് പറയുന്നില്ല. ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം.
ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ തവണയെങ്കിലും നമുക്ക് അനുവദിച്ച തുക അനുവദിക്കണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കൂടെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആദൂർ ഡിവിഷനിലെ മൂടിയ കിണറുകളിൽ എൻഡോസൾഫാൻ സാന്നിധ്യം കണ്ടെത്താൻ ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കണമെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശുപാർശ. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം മിഞ്ചിപ്പദവിലെ പ്ലാന്റേഷൻ തോട്ടത്തിൽ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. PCKക്ക് കീഴിലെ 32 കിണറുകളിൽ 5 കിണർ മൂടി. അവയിൽ ബാരലുകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും മണ്ണിൽ എൻഡോസൾഫാൻ കലർന്നുവോ എന്നും അറിയാൻ 80 മുതൽ 100 അടി വരെ താഴ്ചയിൽ കുഴിച്ച് പരിശോധിക്കണമെന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ളത്. PCKയുടെ അധീനതയിലുള്ള മൂടാത്ത 27 കിണറുകളിലെ വെള്ളം എല്ലാ മാസവും പ്രദേശത്തെ മണ്ണ് വർഷത്തിൽ 2 തവണയും പരിശോധിച്ച് ഫലം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ശുപാർശയുണ്ട്. കേരള, കർണാടക സംസ്ഥാനങ്ങളിലെ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, ആരോഗ്യ വിഭാഗം, കേന്ദ്ര കൃഷി വകുപ്പ്, ICMR, കാർഷിക ഗവേഷണ കൗൺസിൽ, കേന്ദ്ര ഭൂജല വകുപ്പ് തുടങ്ങിയവയുടെ സാന്നിധ്യത്തിലായിരിക്കണം മൂടിയ കിണറുകൾ കുഴിച്ചുള്ള പരിശോധന. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അതിന്റെ നോഡൽ ഏജൻസിയായി നിർദ്ദേശിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. മലിനീകരണം കണ്ടാൽ നിയമാനുസൃതമല്ലാത്ത ബാരലുകൾ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം PCKയിൽ ഈടാക്കണമെന്നും പറയുന്നു. എൻഡോസൾഫാന്റെ ഒഴിഞ്ഞ ബാരലുകൾ തള്ളി മണ്ണിട്ട് മൂടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന കിണറിന്റെ മുകൾ ഭാഗത്ത് നിന്ന് CPCB പ്രതിനിധികൾ ഡിസംബർ 28-ന് 1 അടി ആഴത്തിലാണ് പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിച്ചത്. ഇതിന്റെ വിശദ പരിശോധനാ ഫലം ഹരിത ട്രിബ്യൂണലിന് മുൻപിലാണ്. ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് കേസ് 28-ന് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി 8 മുതൽ 11 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫെബ്രുവരി 6 മുതൽ 11 വരെ നടക്കുന്ന കേരള സയൻസ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാട് എന്ന വിഷയത്തിലായിരിക്കും സയൻസ് കോൺഗ്രസ് നടക്കുക. ഇത് യുവ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കാനും അവരുടെ അറിവുകൾ പങ്കിടാനുള്ള വേദിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ ശാസ്ത്രജ്ഞരുമായുള്ള സംവാദന പരിപാടിയും സ്കൂൾ കുട്ടികൾക്കായി വോക്ക് വിത്ത് സയന്റിസ്റ്റ് എന്ന പരിപാടിയും നടക്കും. നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മോർട്ടൻ മെൽഡൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. സയൻസ് കോൺഗ്രസിൽ 424 യുവ ശാസ്ത്രജ്ഞർ 362 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ശാസ്ത്ര കോൺഗ്രസ് 11-ന് സമാപിക്കും. 8-ാം തീയതിയുള്ള എക്സിബിഷനിൽ ഏതാണ്ട് 102 സ്റ്റാളുകളുണ്ട്. ഏതാണ്ട് 66ഓളം സ്ഥാപനങ്ങളാണ്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, NGOs, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ, ഇന്നോവേറ്റേഴ്സ് എന്നിവർ പങ്കെടുക്കും. 8 മുതൽ 11 വരെ. 9-ാം തീയതി രാവിലെ 10 മണിക്ക് കേരള ശാസ്ത്ര കോൺഗ്രസ് ഔദ്യോഗികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ശാസ്ത്ര കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത 2022-ലെ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ച മെൽഡൽ ഇവിടെ കാസർഗോഡത്തെ വിദ്യാർത്ഥികളും കേരളത്തിലെ മൊത്തം ഗവേഷകരുമായി സംവദിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആകർഷകമായ ഘടകം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS അനിൽകുമാർ, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ മനോജ് P. സാമുവൽ, ജോയിന്റ് കൺവീനർ ഡോക്ടർ C. അരുൺ, ജനറൽ കൺവീനർ ഡോക്ടർ S. പ്രദീപ് കുമാർ, ഡോക്ടർ ദീപു S. എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8-ന് വ്യാഴാഴ്ച ബദിയടുക്ക ഗണേശ് മന്ദിരത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം AKDW&SC സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുസമ്മേളനം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. സമ്മേളന ദിവസം ജില്ലയിലെ ആധാരമെഴുത്ത് ഓഫീസുകൾക്ക് അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതൊരു അതേഴ്സ് എന്നുള്ള വേർഡ്സ് ഉണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല. അത് നമ്മൾ ഒഴിവാക്കാന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളായി ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ആധാരത്തിൽ. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. 60% സ്ത്രീകളാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തൊഴിലാണ് കൂടുതലായി നഷ്ടപ്പെടുന്നത്. കാരണം ഫയലിംഗ് ഷീറ്റ് എന്ന സമ്പ്രദായം ഇതോടുകൂടി ഇല്ലാതെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫയലിംഗ് ഷീറ്റിൻ്റെ ആവശ്യമില്ല. അത് ഒഴിവായി കഴിഞ്ഞാൽ സ്ത്രീകളെ തൊഴിൽ പോകും. സ്വാഗത സംഘം ചെയർമാൻ K. ലക്ഷ്മണ പ്രഭു, കൺവീനർ ജോളി മാത്യു, ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ, സെക്രട്ടറി ഇൻചാർജ് സുനിൽകുമാർ കൊട്ര, ട്രഷറർ VV വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ക്ഷേമനിധി പെൻഷൻ ബോർഡ് അധികൃതർ കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ക്ഷേമനിധി പെൻഷൻ ബോർഡ് അധികൃതർ കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കണമെന്നും കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച സർക്കാരിനും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും നിവേദനവും സമ്മേളനം തയ്യാറാക്കി നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. 16 ദിവസം സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ST 16 ദിവസം നിരാഹാര സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് 8 ജില്ലാ ഓഫീസുകൾ അന്ന് എഴുതിയിരുന്നത്. പിൽക്കാലത്തുള്ള സമരങ്ങളുടെ ഫലമായിട്ട് ആണ് വീണ്ടും എല്ലാ ജില്ലകളിലും ഓഫീസുകൾക്ക് അനുമതി നൽകിയത്. ജില്ലാ പ്രസിഡന്റ് C. സുരേഷ് ഭട്ട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ ഫണ്ട് വിതരണം KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് രാമൻ ചെന്നിക്കര നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ജേക്കബ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ, സെക്രട്ടറി S. രാധാകൃഷ്ണ ഭട്ട്, വിനോദ് ഉദിനൂർ, മോഹൻദാസ് കുമ്പള, KV ബിന്ദു, K. യശോദ, K. രുക്മിണി, M. മാലതി, PY കുഞ്ഞികൃഷ്ണൻ, P. നാരായണൻ, C. ഭാസ്കരൻ നായർ, V. പത്മനാഭൻ, K. ബാലകൃഷ്ണ ഷെട്ടി, ഉദയൻ ബഡാസാബ്, OV ഗംഗാധരൻ, സതീഷ് ആചാര്യ, PK റഹ്മത്ത്, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SDPI സംസ്ഥാനതല ജനമുന്നേറ്റ യാത്രയ്ക്ക് മുന്നോടിയായി മഞ്ചേശ്വരം മണ്ഡലം തല വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. ഫെബ്രുവരി 8-ന് കുമ്പളയിൽ നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം മണ്ഡലം നടത്തുന്ന വാഹന പ്രചരണ ജാഥ വരുന്ന മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം 4:30 കുമ്പള ടൗണിൽ വെച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകൾ പര്യടനം നടത്തി മഞ്ചേശ്വരം ടൗണിൽ സമാപിക്കും. സമാപന പരിപാടി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്കിയാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ സംസാരിക്കും. ജില്ലാ സെക്രട്ടറി ഖാദർ അറഫ, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് KM അഷ്റഫ് ബഡാജെ, മണ്ഡലം ട്രഷറർ താജുദ്ദീൻ മുസോഡി, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജലീൽ ഉപ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും 1 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ എടുത്ത വായ്പ ഉടൻ തിരിച്ചു നൽകുക, ക്ഷേമനിധി ബോർഡിന്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല KPCC മുൻ സെക്രട്ടറി M. അസിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെയല്ല ഇത്. സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് അത് നിർബന്ധമാണ്, കൊടുക്കേണ്ടതാണ്. അത് ഈ ബഡ്ജറ്റിൽ
ഞങ്ങൾ 5 വർഷം കൊണ്ട് 2500 രൂപ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്നാൾ പറഞ്ഞ ബഡ്ജറ്റിൽ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ജില്ലാ പ്രസിഡന്റ് കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ, എം കുഞ്ഞികൃഷ്ണൻ, കോവൽ ബാലകൃഷ്ണൻ, പി വി ചന്ദ്രശേഖരൻ, ബാബു നെല്ലിക്കാട്ട്, എം വി തമ്പാൻ, ടി അബ്ദുള്ള, രവീന്ദ്രൻ, വി വി രാജൻ, രമേശൻ കല്ലിങ്കാൽ, കെ എം രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എം വി തമ്പാൻ, വി വി രാജൻ, കെ ബാബു, ടി വി രാജീവൻ, കെ ബാലകൃഷ്ണൻ, കെ രമേശൻ, കെ ബാലകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൃക്കരിപ്പൂർ ഹിറ്റാച്ചി FCയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ FC പെരിന്തൽമണ്ണ ഏകപക്ഷീയമായ 1 ഗോളിന് യൂണിറ്റി കൈതക്കാട് FCയെ തോൽപ്പിച്ചു. 19 ദിവസം നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ മേളയിൽ കളിക്കമ്പക്കാർക്ക് ആവേശമായി ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് പുറമെ സന്തോഷ് ട്രോഫി താരങ്ങളും വിവിധ ടീമുകൾക്കായി ബൂട്ടണിയുന്നുണ്ട്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ മർച്ചന്റ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട് പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ ഈ വ്യാപാരികളാണ് നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഒരു ആമസോണോ ഒരു ഫ്ലിപ്കാർട്ടോ റിലയൻസോ നാട്ടിലൊരു കിറ്റ് പോലും നൽകിയിട്ടില്ല. അതെല്ലാം നൽകിയത് ഇവിടെയുള്ള വ്യാപാരികളാണ്. അവർ വാടക വീട്ടിലാണെങ്കിലും മറ്റൊരാൾ നമ്മളെ മുന്നിൽ വന്നാൽ കൈനീട്ടിയ കൊടുക്കുന്നവരാ വ്യാപാരികൾ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MA ലത്തീഫ്, CH അബ്ദുൽ റഹീം, AA അസീസ്, M മനു, K സത്യകുമാർ, OT അബ്ദുൽ ജലീൽ, NV അബ്സർ, KK അബ്ദുൽ മുനീർ, K മുഹമ്മദ് ആരിഫ്, VPP ഷുഹൈബ്, E ശശിധരൻ, M അൻവർ എന്നിവർ സംസാരിച്ചു. 1.5 ലക്ഷം രൂപ പ്രൈസ് മണിക്കായുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ആദ്യ ദിവസത്തെ മത്സരത്തിൽ മികച്ച കളിക്കാരനായി FC പെരിന്തൽമണ്ണയുടെ കമറുദ്ദീനെ തെരഞ്ഞെടുത്തു. ഫായിസ് കവായി സമ്മാന വിതരണം നിർവഹിച്ചു. ബുധനാഴ്ച രാത്രി മുസാഫിർ FC രാമന്തളി സഫാൻ കോട്ടക്കലുമായി ഏറ്റുമുട്ടി. വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ സിൽവർ സ്റ്റാർ മൈതാനി ടീം FC ബ്രദേഴ്സ് ഒളവറയുമായി മറ്റുരയ്ക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുതിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഓട്ടമല വനസംരക്ഷണ സമിതി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓട്ടമല വനസംരക്ഷണ സമിതി പുതിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടന്ന സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായി. ഓട്ടമല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി രാഹുൽ RK സ്വാഗതം പറഞ്ഞു. സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ M അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത് AP, പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B സേസപ്പ, പനത്തടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഓട്ടമല പ്രദേശത്തെ 3 അംഗൻവാടികൾക്ക് 15,000 രൂപയുടെ കളിക്കോപ്പുകൾ കൈമാറി. ഓട്ടമല കോളനിക്ക് 5,000 രൂപയുടെ സ്പോർട്സ് കിറ്റും നൽകി. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാൻ ഹരിതകർമ്മസേനയുടെ സേവനം ഉറപ്പാക്കി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. നിരാലംബരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന്റെ ഭാഗമായി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലുള്ളയാൾക്ക് 5,000 രൂപ കൈമാറി. സമിതി പ്രദേശത്തെ നിർധനരായ 10 യുവതിയുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പദ്ധതി കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ കൂടുതൽ ആശുപത്രികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ടും നിലവിലെ വ്യവസ്ഥകൾ പരിഷ്കരിച്ചുകൊണ്ടും കുറ്റമറ്റ രീതിയിൽ നിലവിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്ന് KLIU കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ ചേർന്ന ജില്ലാ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിൽ കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസും അഴിമതിരഹിതമായ ഒരു സിവിൽ സർവീസ് എന്ന് വളരെ ഉച്ചസ്ഥലം വിളിച്ചുകൊണ്ടുള്ള നിരവധി ക്യാമ്പയിനുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ.
ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി CK ബിജുരാജ്, സംസ്ഥാന കൌൺസിൽ അംഗം പ്രദീപ് കുമാർ, ജില്ലാ ട്രഷറർ P രാജൻ എന്നിവർ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KLIU സംസ്ഥാന ജനറൽ സെക്രട്ടറി N കൃഷ്ണകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിജു കുര്യാക്കോസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. P സുഗുണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജു കുര്യാക്കോസ് സ്വാഗതവും അനിൽകുമാർ PA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അബൂബക്കർ സിദ്ദീഖ് കൊലക്കേസ് ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവുമായി 2 മലയാളി യുവാക്കൾ അറസ്റ്റിൽ. കാസർഗോഡിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തി. നീലേശ്വരം ചിറപ്പുറം ഗ്രൗണ്ടിൽ നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീഹരി KP ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ CPI മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി J ചിഞ്ചു റാണി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ബജറ്റ് വിഹിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി 8 മുതൽ 11 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.